ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടെമ്പിൾ ഗ്രാൻഡിൻ എന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. അതിലെ മുഖ്യ കഥാപാത്രം ടെമ്പിൾ ഗ്രാൻഡിൻ എന്ന ഓട്ടിസം ബാധിച്ച പെൺകുട്ടിയാണ്. പ്രതിസന്ധികളിൽ അവൾക്ക് പ്രോത്സാഹനം നൽകിയ പ്രിയപ്പെട്ട അധ്യാപകൻ മരിച്ചപ്പോൾ വളരെ വേദനയോടെ അവൾ ചോദിക്കുന്ന ശ്രദ്ധേയമായ ഒരു ചോദ്യമുണ്ട്: വേർ ദേ ആർ ഗോയിങ്. മരണത്തിനപ്പുറം മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം യുഗയുഗങ്ങളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ മതങ്ങളും സിദ്ധാന്തങ്ങളും പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്. ഭൗതികവാദികളും യുക്തിവാദികളും മരണത്തോടെ എല്ലാം തീരുന്നു എന്ന് സമർത്ഥിക്കുന്നവരാണ്. എന്നാൽ മരണത്തിൽ മരിക്കാത്ത ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തോട് ചേർന്ന് നിത്യതയിൽ ജീവിതം തുടരുമെന്ന് ബൈബിൾ നിസ്സംശയം സാക്ഷ്യപ്പെടുത്തുന്നു. ദുഃഖങ്ങളിൽ വച്ച് ഏറ്റവും തീവ്രവും ജീവിതകാലം മുഴുവൻ തുടരുന്നതുമാണ് പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം. ആഴത്തിൽ വേരോടിയ സ്നേഹബന്ധം പറിച്ചു മാറ്റപ്പെടുമ്പോൾ നഷ്ടബോധവും കുറ്റബോധവും നിസ്സഹായതയും നിർവികാരതയുമൊക്കെ സമ്മിശ്ര വൈകാരിക പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ദുരനുഭവമാണ് വേർപാട്. ദൈവം ഓരോ നിമിഷവും തൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രിയ മക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 1,70,790 പേർ സാധാരണഗതിയിൽ ലോകത്തുനിന്ന് വിട വാങ്ങുന്നുണ്ടെന്നാണ് കണക്ക്. ഒരു മണിക്കൂറിൽ 7,116 പേർ, ഒരു മിനിറ്റിൽ 119 പേർ, ഒരു സെക്കൻഡിൽ 2 പേർ. വേർപിരിഞ്ഞു പോകുന്നവരുടെ കണക്ക് വളരെ ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവോടെ ഈ കൂട്ടിച്ചേർക്കലിന് സമാപനമാകും. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവർക്കുള്ള ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലന്റെ സാന്ത്വന സന്ദേശമാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കരുത് എന്നല്ല അപ്പോസ്തലൻ പറയുന്നത്. പ്രത്യാശയില്ലാത്തവരെ പോലെ നിരാശപ്പെടരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചവരെ പറ്റിയും മരിക്കുവാൻ പോകുന്ന നമുക്കും മരണത്തിനപ്പുറമുള്ള പ്രത്യാശ അപ്പോസ്തലൻ വിവരിച്ചു നൽകുന്നത് ഇങ്ങനെയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇതാണ് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെപ്പറ്റിയുള്ള വിസ്മയ വാഗ്ദത്തം. അപ്പോസ്തലൻ തുടർന്ന് പറയുന്നു: ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ.
വേർപാടിന്റെ ദുഃഖത്തിൽ ആശ്വസിപ്പിക്കാൻ മനുഷ്യന്റെ വാക്കുകൾക്ക് കഴിയില്ല. ഉയർപ്പിന്റെയും നിത്യതയുടെയും പ്രത്യാശ വചനങ്ങൾക്ക് മാത്രമാണ് ആശ്വാസം നൽകുവാൻ കഴിയുക. കർത്താവ് വരുമ്പോൾ കർത്താവിൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെയുണ്ടായിരിക്കും. കർത്താവിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അവരോടൊപ്പം ചേർക്കപ്പെടും. That will be an amazing reunion. ഈ പ്രത്യാശയോടെയുള്ള വേർപാടിന്റെ ദുഃഖത്തിൽ ഒരിക്കലും നിരാശയുടെ പ്രതിസന്ധികൾ ഉണ്ടാവില്ല. മരണാനന്തര ജീവിതത്തെപ്പറ്റിയും നിത്യതയെപ്പറ്റിയും തിരുവചനത്തിലെ സുതാര്യമായ വെളിപ്പെടുത്തലുകൾ അറിയാത്തതുകൊണ്ടും അറിഞ്ഞിട്ട് അംഗീകരിക്കാത്തതുകൊണ്ടുമാണ് മരണം ദുരന്തവും ദുരൂഹ സമസ്യയുമൊക്കെയായി പലർക്കും തോന്നുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കോർണർ സ്റ്റോണാണ് ഉയിർത്തെഴുന്നേൽപ്പ്. അതിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ യുക്തിയും കോമൺ സെൻസും പലർക്കും തടസ്സമാണ്. അതാണ് വേർപാടിൽ പ്രത്യാശയില്ലാത്ത ദുഃഖം തുടരുന്നതിന്റെ കാരണം. യോഹന്നാൻ 5:27-28 വാക്യങ്ങൾ. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിന്റെ ഈ വാക്കുകൾ കാഴ്ചയാലല്ല, വിശ്വാസത്താലെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മരണാനന്തര ജീവിതത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നിത്യതയിലെ ജീവിതത്തെയും പറ്റിയുള്ള സംശയങ്ങൾക്ക് തിരുവചനം തരുന്ന മറുപടികൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ സമയങ്ങളിൽ നമുക്ക് ആശ്വാസം പകരും. മാത്രവുമല്ല, നമ്മുടെ ശരീരവും ആത്മാവും വഴിപിരിയുന്ന സമയത്തെ, അന്ത്യനിമിഷത്തെ അഭിമുഖീകരിക്കാൻ ഉയർത്തെഴുന്നേൽപ്പിലും നിത്യതയിലുമുള്ള വിശ്വാസം നമുക്ക് പ്രത്യാശ പകർന്നു തരും. സ്വർഗത്തിൽ പരസ്പരം അറിയുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. മത്തായി 8:11 വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സ്വർഗത്തിൽ വ്യക്തിത്വം നിലനിർത്തപ്പെടുന്നതായി ഈ വേദഭാഗം സാക്ഷ്യം പറയുന്നു. മറുരൂപസമയത്ത് കർത്താവിനോട് സംസാരിച്ച ആത്മമയന്മാരായ മോശയും ഏലിയാവും തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. കർത്താവിന്റെ ഉപമയിലെ ധനവാനും ലാസറും വ്യത്യസ്ത തലങ്ങളിലാണെങ്കിലും അവർ പരസ്പരം തിരിച്ചറിയുന്നുണ്ട്. നിത്യതയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയും എന്ന ഉറപ്പ് പൗലോസ് അപ്പോസ്തലനും ഉണ്ടായിരുന്നു. 1 തെസലോനിക്ക ലേഖനം 2:18-19 വാക്യങ്ങൾ. കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിന്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ
തെസ്സലോനിക്ക സഭാംഗങ്ങളെപ്പറ്റി പറയുന്ന ഭാഗമാണ് ഇത്. നിത്യനാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് കാണും. നമ്മുടെ സൗഹൃദ ബന്ധം തുടരും. മറ്റൊന്ന്, ഭൂമിയിൽ വെറുപ്പും വിദ്വേഷവും പ്രതികാരമനോഭാവവും ഉണ്ടായിരുന്നവർ എങ്ങനെ സ്വർഗത്തിൽ ഒന്നിച്ചു കഴിയുമെന്ന ആകാംക്ഷ സ്വാഭാവികമാണ്. മുറിവേറ്റവരും മുറിവേൽപ്പിച്ചവരും വഴിപിരിഞ്ഞവരുമൊക്കെ എങ്ങനെയാണ് സ്വർഗ കൂടാരത്തിൽ ഒന്നിച്ചു നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത്? 1 യോഹന്നാൻ 3:2 പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. യേശുക്രിസ്തുവിനെ മുഖാമുഖമായി കാണുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെയാകും. എല്ലാവരിലും കൃപ നിറയുകയും പാപം കഴുകി മാറ്റപ്പെടുകയും പാപപൂർണമായിരുന്ന ജഡം പുതുക്കം പ്രാപിക്കുമ്പോൾ പഴയത് മാറി പുതിയത് വരികയും ചെയ്യുമെന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശം. 1 കൊരിന്ത്യർ 15 സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല. നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു: നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകും. പുതുശരീരം പ്രാപിച്ച വിശുദ്ധരിൽ വിരുദ്ധതയും ഇടർച്ചയും പ്രതികാര ചിന്തകളൊന്നും ഉണ്ടാവില്ല. വിസ്മയകരമായ സ്വർഗീയ അനുഭവങ്ങളുടെ ആത്മഹർഷത്തിലായിരിക്കുമ്പോൾ ആരും കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിക്കില്ല. അതുകൊണ്ടാണ് വഴക്കും വിഭാഗീയതയും പരിഭവങ്ങളുമില്ലാത്ത കർത്താവിൻ്റെ നാട്ടിലേക്ക് പോകേണ്ടവരായ നമ്മൾ സാധിക്കുന്നിടത്തോളം എല്ലാവരോടും ഇപ്പോൾ ഈ ജീവിതത്തിൽ സമാധാനത്തിൽ വർത്തിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. റോമലേഖനം 12:18 ജീവിതത്തിൻ്റെ പ്രഭാതത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ആ കുഞ്ഞുങ്ങളെപ്പറ്റി ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്കുള്ള പ്രത്യാശ വചനമാണ് കർത്താവിൻ്റെ വാക്കുകൾ. യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. മത്തായി 19:14 മക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ വിരഹ ദുഃഖമനുഭവിക്കുന്ന മാതാപിതാക്കൾ വിഷമിക്കേണ്ടതില്ല. സ്വർഗരാജ്യത്തിൻ്റെ നൈർമല്യമുള്ള നമ്മുടെ മക്കൾ ഇപ്പോൾ കർത്താവിൻ്റെ സുരക്ഷിത സ്ഥാനങ്ങളിലാണ്. സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച തൻ്റെ മകൻ മരിച്ചു പോയപ്പോൾ ദാവീദ് പറഞ്ഞു, 2 സാമുവേൽ 12:23 ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു, ഇനി ഞാൻ എന്തിനാണ് ഉപവസിക്കുന്നത്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും
ജീവിപ്പിക്കാൻ ആവില്ല. ഞാൻ അവന്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എന്റെ അടുക്കലേക്ക് വരികയില്ല. ഉയർപ്പിന്റെ പ്രത്യാശയുണ്ടായിരുന്ന ദാവീദിന് തന്റെ കുഞ്ഞ് സുരക്ഷിത സ്ഥാനത്ത് എത്തിയെന്നും ഒരിക്കൽ നേരിട്ട് കാണുമെന്നും ഉറപ്പുണ്ടായിരുന്നു. പിഞ്ചുമുട്ടുകളായിരിക്കുമ്പോൾ കൊഴിഞ്ഞു വീഴുന്ന മക്കളെപ്പറ്റി മാതാപിതാക്കൾക്ക് ഈ പ്രത്യാശ ഉണ്ടായിരിക്കണം. അവസാനമായി ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. ദൈവം ജീവിതം കൊടുത്തിട്ടും ഭൂമിയിലെ വെളിച്ചം കാണുവാൻ കഴിയാതെ പോയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അബോർഷന്റെ ഇരകൾ. ഓരോ വർഷവും 73 മില്യൺ അബോർഷൻ, അതായത് 7,30,00,000 ലോകത്തിൽ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. മെഡിക്കൽ റീസൺ കൊണ്ടും അല്ലാതെയും നടക്കുന്ന അബോർഷൻ മാതാപിതാക്കളിൽ പിന്നീട് കുറ്റബോധവും വൈകാരിക പ്രതിസന്ധികളും ഉണ്ടാക്കാറുണ്ട്. വചനത്തിന്റെ തിരിച്ചറിവില്ലാതിരുന്ന കാലങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോയതിന് കർത്താവിനോട് പാപക്ഷമ യാചിക്കുമ്പോൾ ദൈവം തീർച്ചയായും ക്ഷമിക്കും. ദൈവം കണ്ണുനീർ തുടയ്ക്കും. ദൈവം ആശ്വാസം നൽകും. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ കുറ്റബോധത്തിന്റെ ഭാരം ചുമന്ന് തളരേണ്ടതില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ മനസ്സുറപ്പിച്ച് പാപക്ഷമയുടെ തമ്പുരാനോട് അപേക്ഷിച്ചാൽ മതി. അമ്മയിൽ നിന്ന് അകാലത്തിൽ അടർത്തി മാറ്റപ്പെടുന്ന ജീവന്റെ തുടുപ്പുകളായ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇതിനുള്ള മറുപടി പഴയ നിയമത്തിലെ ജോസഫിന്റെ വാക്കുകളാണ്. ഉൽപ്പത്തി 50-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവമത് നന്മയാക്കി മാറ്റി. മാതാപിതാക്കൾ കാണാതെ കൺമറഞ്ഞുപോയ കുഞ്ഞുങ്ങൾ കർത്തൃസന്നദ്ധിയിൽ ഇപ്പോൾ സുരക്ഷിതരാണ്. മുഖപ്രസന്നതയുടെ നാളിൽ ദൈവസന്നിധിയിലെത്തുമ്പോൾ നിങ്ങൾ അവരെ നേരിൽ കാണും. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് മരണ നിഴൽ താഴ്വരയിൽ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ശരണവും സാന്ത്വനവുമായി തീർന്നു. അതുപോലെ നമുക്കും പ്രാണപ്രിയൻ സഹായകനായി ഉണ്ടാകും. യോഹന്നാൻ 14-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് വീണ്ടും വന്ന് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന നിത്യതയിലേക്കുള്ള മടക്കയാത്രയിൽ ഭയമല്ല, സമുന്നത പ്രത്യാശയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. എഴുതുക,
ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളിച്ചെയ്യുന്നു. കർത്താവിൽ മരിക്കുന്ന അനുഗ്രഹീതരാകാൻ ഇപ്പോൾ കർത്താവിൽ ജീവിക്കുന്നവരായിരിക്കണം. അതിനുള്ള ഒരുക്ക ജീവിതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആത്മീയ ഒരുക്കത്തിനുള്ള ദർശനവും പ്രത്യാശയും നമുക്ക് നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.